ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ അവിടെ സ്വാഭാവികമായി സംഭവിക്കുന്ന ചില സോഷ്യൽ എഞ്ചിനീയറിംഗ് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഞങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ചില്ല എങ്കിൽ ഹിന്ദുക്കളുടെ ഒരു വലിയ പ്രതിനിധി എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന തോന്നലുണ്ടാക്കിയ രണ്ട് സാമുദായിക സംഘടനകളാണ്, ഒന്ന് NSSും മറ്റൊന്ന് SNDPയും. SNDPയിൽ വെള്ളാപ്പള്ളി നടേശൻ അല്ലായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ മറ്റ് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് CPMന് ഗുണം ചെയ്തേനെ. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു ഭൂലോക കള്ളനായതുകൊണ്ട് തന്നെ അത് ഗുണം ചെയ്തില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് SNDPയുടെ നിലപാട്. NSSൻ്റെ നിലപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നിൽക്കുന്ന ഒരാളാണ് NSSൽ സുകുമാരൻ നായർ എന്ന് സാമുദായിക തട്ടിലുള്ള പലരും പറയപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും അവരുടെ നിലപാടുകൾ ഒരു ഹിന്ദു നിലപാടുകളായി ഇടതുപക്ഷത്തിലേക്ക് വന്നു ചേർന്നപ്പോൾ ഇത് കണ്ടപ്പോൾ UDFന് മനസ്സിലായി ഇവിടെ ഇനിയും ഈ പറയുന്ന ഭൂരിപക്ഷ വർഗീയ കാർഡ് ഇറക്കി കളിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് തീരുമാനിച്ചു.